അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്തമാനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും നമ്മളെ കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, തന്നെയാണ്. ലൈക്ക് നമുക്കൊന്ന് തൊട്ടുകൊടുത്താൽ പോരെ. ലൈക്ക് ഇട്ടോളി, കമൻറ്റ് വേണ്ട. കമൻറ്റ് ഇടാൻ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ മടിയായിക്കാരം കമൻറ്റ് ഇടാൻ. അപ്പം എന്നാൽ കമൻറ്റ് വേണ്ട. ഇന്ന് ഈ വീഡിയോ കാണുന്നവരൊക്കെ കമൻറ്റ് ഇടണ്ട, ലൈക്ക് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഓരോ ലൈക്ക് ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ്, കമൻറ്റ് പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ അതാക്കണേ നമ്മളിന്ന് ചായക്ക് കടി ഉണ്ടാക്കാൻ അരിയൊക്കെ നമ്മൾ അരച്ച് വെച്ചിന് കേട്ടോ. അപ്പോൾ അതാക്കണേ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉസാറായിട്ട് നിരഞ്ഞിങ്ങോട്ട് വന്നിക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചിനി ചട്ടി നിറഞ്ഞ് ഒലിച്ചു ആവുമോയെന്നൊക്കെ. അതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മൂപ്പര് ഒരു പാകത്തിനൊക്കെ പൊന്തിയിട്ട് അങ്ങനെ നിന്നിക്കണേ. നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പം ചൂടാം. ഇന്ന് അപ്പം എന്ന് പറഞ്ഞാൽ മസാല ദോശയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ദോശ എന്നുള്ളത് നമ്മളെ മക്കൾ കുറേ ദിവസമായിക്കണം പറയാൻ തുടങ്ങിയിട്ട്. അപ്പം എന്നായിക്കോട്ടെ, മസാല ദോശ തന്നെ ആയിക്കോട്ടെ. അപ്പം അടുപ്പത്ത് മണം ചൂടണം. അപ്പം നമ്മൾ വീതൻ്റെ വീട്ടിൽ നോക്കുമ്പോൾ വിറകൊന്നുമില്ല. വിറകൊക്കെ പോയി എടുത്തു തുറന്നിക്കണം കേട്ടോ. അപ്പം അങ്ങനെ വിറക് എടുത്തുറന്നു. പിന്നെ നമുക്ക് മസാല വേണമല്ലോ. എന്നും ഈ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്താട്ടില്ല, മസാല തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കും. ഇന്ന് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ മക്കൾക്കൊന്നും മദ്രസ ഇല്ല ഇനി. ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ അല്ലേ. അപ്പോൾ മക്കൾക്ക് മദ്രസ ഇല്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ രാവിലെ തന്നെ ചായയും കടിയൊക്കെ ആക്കണ്ടേ ഒരു മദ്രസക്ക് പോകണേൻ്റെ മുന്നേ. അപ്പോൾ എന്നാൽ പിന്നെ മസാല ഇപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏതായാലും നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചു. പിന്നെ നമ്മളെ മസാല ഉണ്ടാക്കാൻ കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഉറ്റിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വല്ലുള്ളിയും കേങ്ങും ഒക്കെ ഇട്ടണം കേട്ടോ. ഇന്നതാക്കണേ ഇഞ്ചി അരിഞ്ഞ് വെച്ചിന്. ഇഞ്ചി ഇട്ടു, കടുകും ഇട്ടു, കരിവേപ്പും ഇട്ടു. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ വല്ലുള്ളിയും നമ്മളെ കേങ്ങും പച്ചമുളകും ഒക്കെ ഒപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിലല്ലേ, അപ്പോൾ ഒക്കെ ഒന്നിച്ചാണ് വെന്തോളും. അപ്പോൾ ഞാൻ എല്ലാതും പാടെ ഒപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അരിഞ്ഞ് വെച്ചപ്പോൾ തോന്നി കുറേ കേങ്ങുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് അവിടെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. ഒക്കെ പാടെ ഇടണ്ട വിചാരിച്ചിട്ട്. കുറേ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ഒന്ന് ബാക്കിയാവുമോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കേങ്ങ് അവിടെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി പറന്ന് കൊടുക്കാം നമുക്ക് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതവിടെ കട്ടെ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോഴേ നമ്മൾ വർത്താനം പറയാൻ പാടില്ല. അപ്പം അങ്ങനെ ഇതാക്കണേ. നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ തിളച്ചിക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് കൊടുത്തിക്കണേ. ഇനി അതവിടെ കിടന്ന് തിളച്ചിട്ട് നമുക്ക് ഓഫാക്കിയേക്കാം. പിന്നെ മസാല ദോശയാണെങ്കിലും മസാലയാണെങ്കിലും നമ്മളെ മക്കൾക്ക് ചട്ടിനി വേണം കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ ചിരണ്ടി പിന്നെ പച്ചമുളകും ഒരു ജീരുള്ളിൻ്റെ പൊണിയിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഒന്ന് അപ്പം ചുട്ടിട്ടില്ല കേട്ടോ. ഇന്നൊക്കെ നമ്മൾ ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. ചാറും മസാലയും ഒക്കെ റെഡിയായിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പായണ്ടല്ലോ നമുക്ക് ഈ ചാറുണ്ടാക്കാനൊക്കെ. അപ്പം അങ്ങനെ ചട്ടിനിക്കില്ലേ കടുകിട്ടു, കരിവേപ്പിട്ടു. തിളച്ച് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച നമ്മളെ തേങ്ങയും പാർന്ന് എടുത്തിക്കണം കേട്ടോ. അപ്പം ഇനി കുറച്ചുകൂടി വെള്ളമൊക്കെ പാർന്നിട്ട് നമുക്ക് നമ്മളെ മിക്സിൻ്റെ ജാറൊന്ന് കഴുകിയെടുക്കണം. അപ്പം അങ്ങനെ തേങ്ങ ഒരു തുള്ളിയും കൂടി ആ മിക്സിൻ്റെ ജാറിൽ പാത്തക്കാൻ പറ്റൂല എണ്ണകളെ. ഒരു തേങ്ങ ഇട്ടണമെങ്കിൽ എന്താ വഞ്ചെന്നറിയാം. അപ്പോൾ ഒരു തുള്ളി നമ്മൾ അതിൽ ബാക്കി വെച്ചിട്ടില്ല. നമ്മൾ വെള്ളമൊക്കെ പാർന്ന് ചുറ്റി പാർന്നിക്കണ്. ഇനി ഒന്ന് തിളച്ചാൽ നമുക്കതുകൊണ്ട് ഓഫാക്കിയ കേട്ടോ. അങ്ങനെ ഇതാക്കണേ. ഒന്ന് മൂടി വെച്ച് കൊടുത്തിക്കണേ ഞാൻ. അങ്ങനെ തിളച്ചിക്കണ് കേട്ടോ. നമ്മൾ ചട്ടിനി ഞാൻ ഓഫാക്കിക്കണേ. അപ്പോഴത്തേന് നമ്മളെ കേങ്ങൊക്കെ ഇതാക്കണേ വെന്തിക്കണേ. അപ്പം ഞാൻ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മളെ മസാലയും റെഡി, നമ്മളെ ചട്ടിനിയും റെഡി. ഇനി നമുക്ക് അപ്പം ചുട്ടാലോ? ഏതായാലും തിരിഞ്ഞൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ തീ വെച്ചിക്കണം കേട്ടോ. അപ്പം ഞാൻ ചട്ടിയൊക്കെ തീ വെച്ചിട്ട് മക്കളെ പോയി വിളിച്ചാണ് കേട്ടോ. മസാല ദോശ തിന്നണമെന്ന് വെച്ചെങ്കിൽ, ചൂടോടെ വേണമെന്ന് വെച്ചെങ്കിൽ വേഗം വന്നോളി, ഇനി ഞാൻ ചൂടാക്കി തരൂല, വേഗം നീച്ചാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഏതായാലും നമ്മളെ സാനുവിനെയും മിന്നുട്ടിനെയും ഒക്കെ വിളിച്ചുണർത്തിക്കണം കേട്ടോ. നമ്മളേതായാലും അപ്പം ഭാര്യയാണേ. അപ്പം മക്കളൊക്കെ മണ്ടി നീച്ചിക്കണം കേട്ടോ. ചൂടോടുക്ക് നമ്മൾ മസാല ദോശ തിന്നാനും വേണ്ടി നേരത്തെ ഒരു വിളിച്ച് മണ്ടി നീച്ച് പല്ലും മോറൊക്കെ തേച്ച് കീക്കാണ്ട് നമ്മളിങ്ങനെ അപ്പം ചൂടണോ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പ്ലേറ്റും കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എല്ലാവരും വരിക്ക് നിൽക്കുന്നുണ്ട്, ഓരോന്ന് ചുട്ടാൽ വാങ്ങാനും വേണ്ടിട്ടോ. അതിനാണ് ഞാൻ ഓലെ വിളിച്ചത്. അപ്പോൾ ഏതാക്കണ്, അപ്പൊക്കെ നല്ല അടിപൊളിയായില്ലേ, സൂപ്പറായിക്കണ്. ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊക്കെ തേച്ച് ഒരു മിനുക്കിപ്പണിയൊക്കെ നമുക്ക് എടുക്കണം. അങ്ങനെ ഇതാക്കണേ ഞാൻ ഇത് വെച്ചിട്ടോ നല്ലോണം ഓയിലൊക്കെ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താട്ടണം, നമ്മളെ മസാല ഉണ്ടല്ലോ അതൊന്ന് തേച്ചെടുക്കാം. മസാല തേക്കണതിൻ്റെ മുന്നേ നമ്മളൊന്ന് അപ്പെടുത്ത് നോക്കി മക്കളെ, നമ്മളെ വലിയ കുട്ടിയാണ്, അതൊന്ന് ചട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഒന്ന് നോക്കി നിങ്ങൾ, കാരണം ഇഞ്ഞിട്ട് തേക്ക മസാല ആയിരുന്നു കേട്ടോ. പടച്ച തമ്പുരാനെ, നമ്മൾ നോക്കി നോക്കുമ്പോണ്ടല്ലോ, നോക്കാൻ നിങ്ങൾ അപ്പം നമ്മളെ പറ്റിച്ച് ചട്ടിയിലിങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിക്കണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് എണ്ണ തേക്കാഞ്ഞിട്ടേക്കാരം ഒട്ടിപ്പിടിച്ചെന്ന് എഴുതിയിട്ടോ. പക്ഷേങ്കിൽ ഈ അപ്പം തിന്നാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയേനി, മസാലയും കൂട്ടി തിന്നാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാൻ എന്താട്ടി അതങ്ങനെ മാറ്റിച്ച് രണ്ടാമത്തെ പിന്നെ ഞാൻ എണ്ണ തേക്കാൻ വിചാരിച്ചു. അപ്പം എൻ്റെ വലിയ കുട്ടിയായിരുന്നു, കുറച്ച് എണ്ണ തേക്കി മഞ്ഞിട്ട് ചൂടിയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ എണ്ണ തേക്കാഞ്ഞാലും അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടലുണ്ടായി കേട്ടോ. അങ്ങനെയാണ് അങ്ങനെ ചുട്ടത്. അപ്പം എന്നാൽ ഇനി എണ്ണ എന്താ പിന്നെ നമുക്ക് തേച്ചിക്കാണ്ടൊന്ന് ചുട്ടൊക്കെ ഇതിഞ്ഞ് പോകാൻ പറഞ്ഞ് കേൾക്കാതൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഏതായാലും എണ്ണയൊക്കെ തേച്ചിട്ട് രണ്ടാമത്തെ അപ്പം നമ്മൾ പാർന്ന് രണ്ടാമത്തെ അപ്പവും കാര്യം അങ്ങനെ തന്നെ മക്കളെ. പിന്നെ ഞാൻ പറഞ്ഞു മക്കളോട്, ഇനി ഞാൻ ഈ അപ്പത്തുമ്മ നിന്നിട്ട് കാര്യമല്ല, നേരം പോകും ചായ കുടിച്ചാൽ. അപ്പം ഇന്ന് മസാല ദോശ മാണ്ടിട്ടെന്നാലേ ഞാൻ ഓലോട്. ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാതൊക്കെ പഞ്ച മക്കളെ, നിങ്ങൾ പറയുന്നത് കേൾക്കണം, മൂർത്താലില്ല മുടി ഇങ്ങനെ നീച്ചിങ്ങനെ നിൽക്കും, അത്രക്കും പിരാന്താണ്. ഇനി ഞാൻ അതിന്മേ പണിയെടുക്കണില്ല. ഞാൻ ചട്ടിനെ വാങ്ങിച്ചിട്ട് ചോറ്റിൻ്റെ വെള്ളമാണ് വെച്ച്, പിന്നെ നമ്മളെന്താട്ടി നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചിട്ട് അതിലാണ് ചൂടാന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളെ സാനുട്ടനും മിന്നുട്ടിയും പറഞ്ഞേ ഉറങ്ങണം, ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തി മസാല ദോശ ചൂടോടെ തിന്നാന്ന് പറഞ്ഞാണ്ട് വിളിച്ചുണർത്തിക്കാണ്ട് ഇപ്പോൾ എന്താ മസാല ദോശ ഇല്ല, ഒന്നുമില്ല, ഇപ്പോൾ സാധാ ദോശ എന്നോളിയായിരുന്നു. എത്തമ്മ ഞങ്ങളെ കഥ പറഞ്ഞു കേട്ടോ. അത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു എത്തപ്പോൾ കാട്ടണ ശരിയാകായിട്ടല്ലേ പറഞ്ഞു. അതിന് നമ്മളെ വലിയ കുട്ടി പറഞ്ഞേ, എത്താ എറിയാനറിയണോലെ എത്തിയ വടി എടുത്തിട്ട് കാര്യമുള്ളൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും കാലം എറിയാൻ വെച്ചിനിയല്ലോ, എന്നിട്ട് അതന്നെയല്ല ഞങ്ങളൊക്കെ തിന്നീനിയത്, ഇന്നിപ്പോൾ അങ്ങനെ പാളിപ്പോയി, എന്തപ്പോൾ കാട്ടുന്നത്, എന്നിപ്പോൾ ഒരേ മരിക്കാവോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ മസാല ദോശ പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരലുണ്ട്, തിന്നലും ഉണ്ട്, ഇപ്പോൾ എന്തായി, ഇന്നിപ്പോൾ ശരിയായില്ല, ഇന്നിപ്പോൾ എന്നിപ്പോൾ ഒരേ മരിയാവുമോ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു ഏതായാലും ഞാൻ മറ്റേ ചെറുക്കന്നെ അപ്പമൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ നമ്മളെ പാനിൽ പാർന്ന് ചുട്ടെടുക്കണുണ്ട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ടും ഇതാക്കിയിട്ടൊന്നും അത് ക്രിസ്പിയായി കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയായിട്ടും ശരിയാണില്ലെന്ന്. ഇന്നിപ്പോൾ സാധാ അപ്പം പോലെ തന്നെയാണ്, അത് സാരല്ല, ഇനി മസാലയും കുറച്ച് ചട്ടിനിയൊക്കെ പാർന്ന് കുഴച്ചാണ് തിന്നോളി, ഇന്ന് അങ്ങനെ തിന്നാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും മറ്റേ അപ്പം അതായ മതി തന്നെ ഒക്കെ ചുട്ടെടുത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മിന്നൂട്ടി പറയുമ്പോൾ ഇച്ച് ആ അപ്പം മതി, ആ ക്രിസ്പി ആയിട്ടില്ലേ മതി, ഞാനത് കൂട്ടി തിന്നോണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്ക് മടങ്ങിയുടെ വെച്ചതാ പെണ്ണെ, ഞാൻ എടുത്തോണ്ട് മടക്കി ഈ അപ്പം എടുത്തോളാം. അപ്പോൾ ഓക്കെ എങ്ങനെയല്ലോ അത് മതി കേട്ടോ, ഓക്കെ അതാണ് തിരുപ്പതി. അപ്പോൾ അതിന് വലിയ കുട്ടിയെന്ന് കളിച്ച ഇടിയാറുങ്ങാണ്ട് ചൂട് കൊടുക്കല്ല, അതൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്ത്. അപ്പോൾ സാനോട്ടം വന്ന് കണ്ട് പറഞ്ഞ ഇച്ച അതിൽ കുറച്ച് മസാല തേച്ച് കണ്ടിട്ടെന്നാണ്, ഇച്ച അതിൽ മതി മസാല ദോശ മതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആ ചട്ടിയിൽ തന്നെ എന്താ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ മക്കളപ്പോൾ എന്തായിന്നറിയോ, ഉറങ്ങിക്കിടക്കണവരെ വിളിച്ചുണർത്തിക്കാണ്ട് ചോറില്ല എന്ന് പറഞ്ഞ മാതിരിയായി, ഉറങ്ങിക്കിടക്കണം വെച്ചാൽ മക്കളെയൊക്കെ വിളിച്ചുണർത്തിക്കാണ്ട് ഇപ്പോൾ മസാല ദോശ തിന്നാ പറഞ്ഞാണ്ട് പൂതിയപ്പിച്ചിക്കാണ്ട്. പിന്നെ മസാല ദോശയൊന്നും ആയില്ല, പക്ഷേ കുഴപ്പമില്ല, ഇനി ക്രിസ്പി ആയിട്ടില്ല എന്നുള്ളൂ കേട്ടോ, അതേമാതിരി വലിപ്പമില്ല എന്നുള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെ
ആക്കി കൊടുത്തുക്കാണ്ട് നമ്മളാണ് സന്തോഷിപ്പിച്ച്. അല്ല അപ്പം എന്താ കാട്ടണത്, എന്നും ഒരേ മാതിരി ആവില്ലല്ലോ അല്ലേ. അങ്ങനെ ഏതായാലും സനൂട്ടന് കൊടുത്ത്. പിന്നെ ഞാനും തന്നെ ഇച്ചും തന്നെ മസാല ദോശ മതി വിചാരിച്ച് ഞാനും. അപ്പോൾ ഞാനെന്താട്ടി ഇച്ചും തന്നെ ഞാൻ ഇങ്ങനെ മസാല തേച്ചു. വലിയവന് പിന്നെ ചൂടുന്നത് അങ്ങനെ ചൂട് കൊടുക്കുക, അങ്ങനെ മസാലയും ചട്ടിനിയൊക്കെ കൂട്ടിയിട്ട് തിന്ന്. ഞാൻ പിന്നെ എങ്ങനെയാണ് തിന്നത് കേട്ടോ. മിന്നുട്ടി പിന്നെ കേടന്നത് കൊടുത്തു. അപ്പം അങ്ങനെ ഞാനും തന്നെ ഇതേമാതിരി ചൂട് കൊടുക്കുക തന്നെ ഞാനും തിന്നാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഇനി ആർക്കെങ്കിലും ആണെങ്കിലേ ഞാൻ ചൂടണുള്ളൂ, അല്ലെങ്കിൽ ചൂടണില്ല എന്ന് പറഞ്ഞേ. അപ്പം ഇനി മിന്നുട്ടി പറഞ്ഞിച്ച് മദ്രസ് വിട്ടെന്നിട്ട് മതിയാണ്. അപ്പം എന്നാൽ ഇനി മദ്രസ് വിട്ടുവരുമ്പോൾ കൊടുക്കാമല്ലോ അല്ല മദ്രസ് ഇട്ടെന്നിട്ടല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം വെള്ളിയാഴ്ച അല്ലെന്ന് മദ്രസ് ഇല്ലല്ലോ. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചുട്ടരാറിന്. അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ ഇങ്ങനെ ചുട്ടിട്ട് തിന്നണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് അടിച്ചുവരലും തുടക്കലും പാത്രം മോറലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കോഴി കൊണ്ടുവരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താട്ടി കുറച്ച് കോഴി എടുത്ത് കണ്ട് നമുക്ക് ചാറ് വെക്കാം അത് വിചാരിച്ച് നമ്മൾ ഇതാക്കണേ. കുറച്ച് അപ്പോൾ 100 റുപ്യാണ് കേട്ടോ നമ്മൾ വാങ്ങിയെടുത്ത് കോഴി. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചാൽ നമുക്കൊരു 2-3 ദിവസത്തിന് ഉണ്ടാവും. ഓരോ കണ്ട ഈ 2 കണ്ടൊക്കെ മതിയല്ലോ, കുറേ കഷ്ണമൊന്നും വേണ്ട. ഇങ്ങനത്തെ കുറച്ച് ഈ കോഴിച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കോഴിൻ്റെ വെള്ളം മതിട്ടോ നമ്മളെ മക്കൾക്ക് ചോറ് കഴിച്ചാൽ ഭയങ്കര തൃപ്തിയാണ്. അപ്പോൾ കുറേ കഷ്ണങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല, അതിൻ്റെ വെള്ളം കിട്ടിയാൽ മതിയേ. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് എടുത്ത് കണ്ടാണ് ചാറ് വെക്കാം. അപ്പം എന്നാൽ പിന്നെ അങ്ങനെ കാട്ടാലോ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചെടുത്തു. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ ചോറ്റിനൊക്കെ വെള്ളം വെച്ചിനി. അപ്പോൾ ഒന്നുകൂടി കത്തിച്ച് കൊടുത്തേക്കണം കേട്ടോ ഞാൻ. നമുക്ക് അരി ഇട്ട് കൊടുക്കുക. വെള്ളമൊക്കെ നല്ലോണം തിളച്ചിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ അരി ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെട്ടി തിളക്കുമ്പോൾ പറയും ആയുസ് കുറയുന്നു. അപ്പം നമ്മളെന്താട്ടി ആയുസ് കുറയാൻ നിൽക്കണ്ട വിചാരിച്ചിട്ടേ നമ്മൾ വേഗം അരിയൊക്കെ ഒന്ന് കേകി കൊണ്ടുവന്നിട്ടിക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെക്കാം. ഇനി നമ്മൾ ചോറ് അവിടെ കിടന്ന് അങ്ങനെ വേഗട്ടെ. അപ്പം അങ്ങനെ ഇതാക്കണേ, അരി ഇട്ടു ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തിരിച്ച് കത്തിയുമ്പോൾ അതിൻ്റെ ഓലക്കൊടിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പാറിയിട്ട് ഇതായിക്കണം കേട്ടോ. അപ്പോൾ അതൊരു കുറുമ്പുണ്ട്, അതൊക്കെ നമ്മൾ എടുത്തിട്ടു. അങ്ങനെ എന്താട്ടി ചോറ്റിന് അരിയിട്ടു. ഇനി തിരിച്ചൊക്കെ ഒന്നും കൂടി നമുക്ക് കത്തിച്ചെടുക്കാം. ഒരു കൊള്ളിയും ഒരു ചകിരി ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ കുറേ വിറകൊന്നും അടുപ്പിൽ വെച്ചെടുക്കണ്ട കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ, നമ്മൾ തിരിച്ചൊക്കെ കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാനൊന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അരി കട്ട പിടിച്ചിക്കണോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ചിലയുന്നുണ്ട് ഇങ്ങനെ ഒരു കട്ട പിടിച്ചില്ല. അപ്പോൾ കുറച്ച് വെള്ളം മുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക ഇങ്ങനെ തിളച്ചിക്കാണ്ട് അത് അടുപ്പൊക്കെ ചിന്തിയാൽ പിന്നെ തിരിച്ചണക്ക് ഇടും. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. പിന്നെ ഞാൻ കോഴി വെക്കാനും വേണ്ടി ഒരു വല്ലുള്ളിയും തക്കാളിയും കേങ്ങ് ഉണ്ടായിരുന്നില്ല രാവിലത്തെ, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് തോനെ ചതച്ചേക്കൂട്ടോ. പിന്നെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം കൂടി വെക്കണമല്ലോ അതിനുള്ളത്. അപ്പോൾ മക്കളെ കോഴിക്ക് 100 റുപ്യ പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ ഇന്നലെ നമ്മൾ റീൽസ് ഉണ്ട്, കോഴിക്ക് 100 റുപ്യാണ്. അപ്പോൾ അതിക്ക് ഇടാനുള്ള ഉള്ളിക്കൊക്കെ പെരും വിലയാണ് കാരണം. അപ്പോൾ ഉള്ളിക്കൊക്കെ എത്ര വിലയാണ് നിങ്ങൾക്കറിയാം? 75, 60, തക്കാളിക്ക് 60 തോന്നുന്നുണ്ട്. പിന്നെ വല്ലുള്ളിക്ക് 70, വെളുത്തുള്ളിക്ക് 300-400 റുപ്യൊക്കെയാണല്ലോ കിലോന്. അത് പറയണ്ടേ ഇനി കോഴി വെക്കുമ്പോൾ ഉള്ളി ഇടാതെ വെക്കാം, അങ്ങനെയും വെക്കാമല്ലോ. എങ്ങനെ വെച്ചാലും രസമുണ്ടാവും. കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പിയാണ് വെച്ചിക്കാണ്ട് അതും രസമാണ്. അപ്പോൾ നമ്മൾ ചാറാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചാറ്റിന് കുറച്ച് കുറുകലുണ്ടാകാനും വേണ്ടിയാണ് നമ്മൾ കേങ്ങ് ഇട്ടിക്കണത് കേട്ടോ. പിന്നെ നമ്മൾ കുക്കറിലാണ് വെച്ചിരിക്കണത്. അപ്പോൾ ഒരു വല്ലുള്ളിയും ഒരു തക്കാളിയും പിന്നെ കുറച്ച് കേങ്ങും ബാക്കിയുള്ള കേങ്ങ ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ കോഴി ഇട്ട് കൊടുത്ത് കുറച്ച്, പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും പിന്നെ പെരിഞ്ചീരകവും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും നമ്മളെ മല്ലിച്ചപ്പിൻ്റെ ഇലയും ഒക്കെ പാടിട്ടിട്ട് നമ്മളെ കുക്കറിലൊരൊറ്റ വിസിൽ, അതോടുകൂടി നമ്മളെ കോഴിച്ചാറും റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഉസാറായി വന്നിക്കണം. അപ്പോൾ അങ്ങനെ ചാറുമായി. അപ്പം ഇനി ഉച്ചക്കും നമ്മളെ വൈകുന്നേരത്തിനും ചാറായിട്ടോ. ഇന്നിപ്പം നമുക്ക് ചാറ് നോക്കണ്ട, അത് മതി. പിന്നെ ഇനി കുറച്ച് വെള്ളം പോലെ ആയി ഇങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ ആ കേങ്ങൊക്കെ എടുത്ത് ഒന്ന് ഉടച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചാറ് കുറന്നേക്കാരം. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ 4 മണിക്ക് 2 പഴം ഉണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താട്ടി പിന്നെ മക്കൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ ചായക്ക് കടി കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ 2 പഴം എടുത്തുകൊണ്ട് ഉണ്ടാക്കിയതേനി. അപ്പോൾ സനുവിനും മിന്നുട്ടിക്കും ചായ കൊടുത്തു കേട്ടോ.
അപ്പോൾ അതാക്കണ് ഓൽക്കൊക്കെ 3 എണ്ണം ഉണ്ടായിന്. അപ്പം 2 പഴമുള്ളതിന് കേട്ടോ. ആ പഴം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിക്കണത്. പിന്നെ ഞാൻ 3 എണ്ണം എടുത്ത്, പിന്നെ വലിയവന് 3 എണ്ണം എടുത്ത് വെച്ചിക്കണ്. അതിൽ 2 എണ്ണം കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മക്കളൊക്കെ പിന്നെയും വന്നുകാണ്ട് ഇങ്ങനെ എടുക്കണുണ്ട്. അപ്പോൾ അതാക്കണ് വലിയ വന്നുകാണ്ട് ഓനുള്ളത് ഓനെടുത്ത് പോവുകയാണ് കേട്ടോ. എത്ര എണ്ണം അമ്മായിച്ച് ഞാൻ പറഞ്ഞു 3 എണ്ണം എടുത്തോ. അങ്ങനെ ഇച്ചെടുത്ത് വെച്ചത് ഓൻ കൊണ്ടുപോയി. പിന്നെ ബാക്കിയുള്ളതൊക്കെ മക്കളെടുത്ത് കണ്ട് 2 എണ്ണേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് മതി വിചാരിച്ച്, മക്കളെ തൃപ്പതിയല്ലേ, മക്കൾക്ക് ഇഷ്ടമല്ലേ, ഓല് തിന്നട്ടെ. ഓലെ പള്ളറിഞ്ഞാലും നമ്മളെ പള്ള നിറഞ്ഞ മാതിരിയാണല്ലോ അല്ലേ. അതങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ അപ്പം ചൂട് എന്താ കടി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനും വേണ്ടി ഉഴുന്നും അരി അരച്ച് വെച്ചിക്കണം. പിന്നെ മസാല ദോശ ചുട്ടീൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ടേനി, അതൊക്കെയാണ് പാർന്ന് വെച്ചിക്കണം കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിക്കണേ. പുറത്താണ് ഉച്ചയ്ക്ക് നല്ല പുളിയേക്കാരം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മറ്റതുകളും അരച്ചതൊക്കെ ആയിരിക്കും പാർന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.